ഒരിക്കൽ നായികയും അവരുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഗ്രാമത്തലവനെ അന്വേഷിച്ച് ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. അങ്ങനെ ഗ്രാമത്തലവനെ കാണാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ താമസമാക്കും. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരുപാട് ദുരൂഹതകളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ഇവർ വന്നതിനും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2024 റിലീസ് ചെയ്ത ഡാൻസിങ് വില്ലേജ് ദ കേഴ്സ് ബിഗിനിങ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു ഗ്രാമത്തിലെ കുറച്ചധികം പെൺകുട്ടികളാണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയും ആ ഗ്രാമത്തിൽ തന്നെ നേതാവായിട്ടുള്ളൊരു മറ്റൊരു സ്ത്രീ ആണെങ്കിൽ അവിടെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമാണ്. സമയം കടന്നു പോകുന്നതനുസരിച്ച് ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ കൃഷ്ണമണി അപ്രതീക്ഷയാവുകയും അവരെല്ലാം ഓരോരുത്തരായിട്ട് കുഴഞ്ഞു വീഴുകയും ചെയ്യും. കുഴഞ്ഞു വീഴുന്നവർ മരിച്ചു വീഴുമായിരുന്നു. അങ്ങനെ ഓരോരുത്തവരായിട്ട് അവർ പൊതിഞ്ഞ് ഓരോ ബോഡി മാറ്റിവെക്കും. അങ്ങനെ താഴെ വീഴുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്ന കാണുമ്പോഴത്തേക്കിനും മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവിടുന്ന് ഒരു പെട്ടി എടുക്കും. അവിടുന്ന് ആ പെട്ടിയുമായിട്ട് ആ സ്ത്രീ ആണെങ്കിൽ തൻ്റെ മകളായിട്ടുള്ള ഇൻക്വയറിയുടെ അടുത്തേക്ക് നിന്നിട്ട് അവളോട് പറയും ഈ പെട്ടിയുമായിട്ട് പെട്ടെന്ന് ഈ ഗ്രാമം വിടണം, ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. അങ്ങനെ ഇൻക്വയറിയുടെ കൂടെയുള്ള ശ്യാമനും കൂടെ അവിടെ നോടാൻ വേണ്ടി തുടങ്ങും. ആ നാട്ടിലെ സന്യാസികൾക്കായിരുന്നു ശ്യാമെന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ഒരു ചോളപ്പാടത്ത് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ശ്യാമൻ ഇൻക്വയറിയോട് പറയുന്നത്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ളത്. അങ്ങനെ ഇൻക്വയറി ആണെങ്കിൽ അവിടെ നോടും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ശ്യാമൻ്റെ കരച്ചിൽ കേൾക്കും ആ ചോളപ്പാടത്തിൻ്റെ അകത്തുനിന്ന്. ഇൻക്വയറി വീണ്ടും ഓടിപ്പോകുമ്പോഴത്തേക്കിനുമാണ് അവളാണെങ്കിൽ കാല് തട്ടി താഴെ വീഴുന്നത്. അങ്ങനെ പെട്ടി തുറക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തൊരു വള ഇരിക്കുന്ന അവൾ കാണും. അന്നേരമാണ് അവിടെ ഒരു സ്ത്രീ വരുന്നതും ആ വള അവൾക്ക് കൊടുക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ഇതുമായിട്ട് നീ ഗ്രാമം വിട്ട് പോകല്ലെന്ന് പറയുന്നതും. ഇവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അതൊരു മനുഷ്യ സ്ത്രീ അല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ആ വളയും പെട്ടിയുമായിട്ട് പെട്ടെന്ന് ഗ്രാമത്തിൻ്റെ ഗേറ്റ് നോക്കി ഓടിക്കൊണ്ടിരിക്കും. അന്നേരമാണ് ആ ആത്മാവാണെങ്കിൽ അവിടെ നിന്ന് ഉച്ചത്തിൽ ഇവളുടെ പേര് വിളിച്ച് അലറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഗേറ്റ് കടക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ 25 വർഷം കഴിഞ്ഞുള്ള കഥയാണ്. അന്നേരമാണ് അതിൻ്റെ നായികയായിട്ടുള്ള മിലയുടെ കസിനായിട്ടുള്ള യുദ്ധയും 2-3 കൂട്ടുകാരും കൂടി ഡാൻസിങ് വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറാൻ നിൽക്കുമ്പോഴത്തേക്കിനുമാണ് മിലയുടെ ആ ശ്രദ്ധയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഇറച്ചിക്കടയിലേക്ക് പോകുന്നതും അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഇവളോട് അങ്ങോട്ട് പോകല്ലെന്ന് പറയുന്നതും. പക്ഷേ പെട്ടെന്ന് യുദ്ധ വരുമ്പോഴത്തേക്കിനുമാണ് ആ മാർക്കറ്റിലാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നെന്നും ഇത് അവളുടെ തോന്നലായിരുന്നെന്നും പിടികിട്ടുന്നത്. പിന്നീട് അവരാണെങ്കിൽ പതിയെ ഡാൻസ് വില്ലേജ് ചെല്ലും. അവിടുത്തെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഇവർ ശ്രദ്ധിക്കും അവിടെ എന്തൊക്കെയോ പൂജയും ചടങ്ങുകളും ചെയ്തത്. വീണ്ടും നടക്കുമ്പോഴത്തേക്കിനും പണ്ട് ഇൻക്വയറി കണ്ടുപിടിച്ച പ്രേതരൂപമാണെങ്കിൽ ഇവരെ നോക്കി തന്നെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവരാണെങ്കിൽ ഇതിനെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ നടക്കുന്നതനുസരിച്ച് ആ വില്ലേജിനെ പറ്റി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ മിക്ക പെൺകുട്ടികളും ഡാൻസ് പഠിക്കുന്നതൊക്കെ ശ്രദ്ധിക്കും. അതെല്ലാം കഴിഞ്ഞാണ് ഇവരാണെങ്കിൽ അവിടെയുള്ള സ്ത്രീയോട് എന്നിട്ട് ഈ ഗ്രാമത്തിൻ്റെ തലവൻ എന്തെങ്കിലും ചോദിക്കുന്നത്. ഇവരാണെങ്കിൽ ആ തലവനെയായിട്ട് കാണാൻ വന്നത്. അന്നേരമാണ് ആ സ്ത്രീ പറയുന്നത് ഇവിടെയുള്ള തലവനാണെങ്കിൽ ഇതിന് തൊട്ടുമുമ്പ് മരിച്ചുപോയി, അതുകൊണ്ട് പുതിയ തലവനെ സെലക്ട് ചെയ്തു. പുള്ളിയാണെങ്കിൽ ഇവിടെ ഇല്ല, മറ്റൊരു സ്ഥലം വരെ പോയേക്കോ, വരാൻ താമസമുണ്ടെന്ന്. ഉടനെ യുദ്ധയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ വല്ല സൗകര്യം ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ആണെങ്കിൽ തൊട്ടടുത്തായിട്ടുള്ള മണ്ഡപം കൂട്ട് ചെറിയൊരു ഓപ്പൺ സ്പേസ് കാണിച്ചു കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊട്ട് സേഫ് അല്ലായിരുന്നു. പക്ഷേ ഇവരാണുങ്ങളെല്ലാം തൽക്കാലം അവിടെ താമസിക്കാൻ തീരുമാനിക്കും. അത് കഴിഞ്ഞ് കസിനായിട്ടുള്ള യുദ്ധയാണെങ്കിൽ അവിടെ നിൽക്കുന്ന റിതി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ചെന്നിട്ട് മിലേനെ അവളുടെ കൂട്ടത്തിൽ താമസിപ്പിക്കുക എന്ന് ചോദിക്കും. അവളാണെങ്കിൽ അതിനെ സമ്മതിക്കും. അങ്ങനെ രാത്രിയാവും. യുദ്ധയും കൂട്ടുകാരുമാണെങ്കിൽ ആ വെളിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവരുടെ ചുറ്റും ഓരോ രൂപങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അധികം രൂപമാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവർ അവിടെയുള്ള റാന്തൽ വിളക്കിലെ വെളിച്ചമാണെങ്കിൽ കുറഞ്ഞു വരും. പെട്ടെന്നാണ് യുദ്ധ എഴുന്നേക്കുന്നതും ആ റാന്തൽ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കിനും ആ രൂപങ്ങൾ അപ്രത്യക്ഷമായി പോകുന്നതും. ഇതേ സമയം തന്നെ മിലയ്ക്കാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവൾ എഴുന്നേക്കും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് വയ്യാതെ കിടക്കുന്ന റിതിയുടെ അമ്മയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഇവൾ നോക്കുമ്പോഴത്തേക്കിനും ഇവളുടെ അമ്മയ്ക്ക് വന്ന അതേ അസുഖം പോലെ തന്നെ അവളുടെ അമ്മയ്ക്ക് വന്നിരിക്കുന്നത്. ഇവൾ അതിലേക്ക് കുറേ നേരം സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം അവിടെ വരുന്നത്. എന്നിട്ട് ഇവൾ വരുമെന്ന് ഉറപ്പായിരുന്നു. ഇല്ലെങ്കിൽ ഇവളെ എങ്ങനെയും കൊണ്ടുവരുത്തും എന്നൊക്കെ പറയും. മില സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് കാണും. ഇതേ സ്ത്രീരൂപം തന്നെയായിരുന്നു പണ്ട് ഇൻക്വയറിനെ പിടിക്കാനായിട്ട് ഓടിച്ചതും. ഇവളാണെങ്കിൽ 2 മിനിറ്റ് നോക്കി നിൽക്കുമെങ്കിലും ഇവളോർക്കും എപ്പോഴും ഇവിടെ ഇങ്ങനെ ഹാലുസിനേഷൻ പോലെ ഓരോരുത്തവരെ കാണുന്നതിൻ്റെ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വെറുതെ തൽക്കാലം തിരിച്ചു പോയി കിടന്നുറങ്ങും. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോഴത്തേക്കിനും കൃതിയോട് അവളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയതാണെന്നും എന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കും. കൃതിയാണെങ്കിൽ പറയാൻ താല്പര്യമില്ലായിരുന്നു. അവൾ പറയും എന്തോ ഒരു അസുഖം വന്നത്, ആ അസുഖത്തിന് മരുന്നൊന്നും ഇല്ലെന്ന്. അന്നേരമാണ് മില പറയുന്നത് അവളുടെ അമ്മയ്ക്ക് സെയിം അസുഖം തന്നെ ഉള്ളതെന്ന്. ഇത് കേട്ട് കൃതിയാണെങ്കിൽ ഞെട്ടി ഇവളെ ഒന്ന് നോക്കും. അന്നേരമാണ് മില പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഇവളുടെ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഒരു അസുഖം വന്നു. അത് കഴിഞ്ഞ് ഏത് ഡോക്ടറിനെ വിളിച്ചിട്ടും മരുന്നില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവളാണെങ്കിൽ ഒരു ഷാമനെ വിളിക്കുകയും ആ ഷാമൻ വന്നിട്ട് ഇവരുടെ അമ്മയാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരിക്കലും എടുക്കാൻ പറ്റാത്തൊരു സാധനം എടുത്തുകൊണ്ട് വന്നതിൻ്റെ ശാപം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയുകയും ചെയ്തെന്ന്. അത് കഴിഞ്ഞ് ശ്യാമനാണെങ്കിൽ ആ സാധനം എന്തെന്ന് കാണിച്ചു തന്നു. ഇവളത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും അതൊരു വളയായിരുന്നെന്ന് പറയും. അതിനുശേഷം ശ്യാമനാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പേര് പറയും. 2-3 പടം വരച്ച് കാണിച്ചിട്ട് ഈ സ്ഥലത്തേക്ക് ചെല്ലണമെന്നും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ നേതാവിനെ കണ്ട് കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് കാര്യം മനസ്സിലാവുമെന്നും അതിനുശേഷം മാത്രമേ ഈ അസുഖങ്ങളൊക്കെ വിട്ടുപോകത്തുള്ളതെന്നും പറഞ്ഞായിരുന്നു. ഈ കാരണങ്ങളെ കൊണ്ട് ഇവരെല്ലാം ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ആ വളയും അതുപോലെ തന്നെ ആ പടവും കാണിക്കും.
ആ പണം കാണുമ്പോഴത്തേക്കിന് റിതി പറയും, ഇതാണെങ്കിൽ ഇച്ചിരി ദൂരമുള്ള സ്ഥലമാണ്, അങ്ങോട്ടൊന്നും ആരും പോകാറില്ല, ഇനി പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ നേതാവ് വന്നു കഴിയുമ്പോഴത്തേനും പോകാമെന്ന് പറയും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് യുദ്ധയും കൂട്ടുകാരും കൂടെ ഇവളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരും. അന്നേരമാണ് മിലിയാണെങ്കിൽ തലേദിവസം കണ്ട പ്രേതാനുഭവങ്ങളൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ കുളിക്കാൻ വേണ്ടി പോകും. ആണുങ്ങൾക്ക് വേണ്ടി പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഇവരാണെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം കുളിക്കുന്ന ഒരു വലിയ കുളം പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും. അവിടെയാണെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾ കുളിക്കാൻ വേണ്ടി തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ആ കുളത്തിലാണെങ്കിൽ ഡാൻസ് സൈസ് പെണ്ണുങ്ങൾ മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ മിലിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനാണ് ഹൃദയാണെങ്കിൽ വെള്ളത്തിൽ നിൽക്കുന്ന കാണുന്നത്. എന്നിട്ട് ഇവളോടാണെങ്കിൽ ഇറങ്ങി വരാൻ വേണ്ടി പറയും, നല്ല തണുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. മിലയ്ക്ക് ആദ്യം ഒരു ഡൗട്ട് വന്നെങ്കിലും കൂട്ടുകാരി വിളിച്ചായതുകൊണ്ട് ഇവളാണെങ്കിൽ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അന്നേരമാണ് റിതിയുടെ ഭാവം മാറിയിട്ട് പെട്ടെന്ന് അവളാണെങ്കിൽ ആ പഴയ പ്രേതമായിട്ട് മാറിയിട്ട് നിൻ്റെ കയ്യിലുള്ള സാധനം എനിക്ക് തരാൻ പറയുന്നത്. ഇവിടെ തിരിഞ്ഞു വെക്കുമ്പോഴത്തേക്കിനും പ്രേതം അപ്രതീക്ഷിതമായിപ്പോവും. അന്നേരമാണ് ഇവളെയാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ശക്തി താഴോട്ട് വലിച്ചോണ്ട് പോകുന്നത്. ഇവൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞ് പിടയ്ക്കാനും തുടങ്ങും. ആ കുളത്തിലാണെങ്കിൽ മുഴുവൻ പാവുകളോട് നിറയും. ഇവൾ അവിടെ കിടന്ന് വെപ്രാളം കാണിക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് കുളി കഴിഞ്ഞ് വന്ന റിതിയാണെങ്കിൽ ഈ സംഭവം കണ്ട് ഇവളെയാണെങ്കിൽ പെട്ടെന്ന് വലിച്ചു കയറ്റുന്നത്. പിന്നീട് മിലയാണെങ്കിൽ റിതയുടെ കൂടി ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് ദൂരെ കൊട്ടും പാട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നത്. മില അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിന് റിത പറയും, ദൂരെയായിട്ടൊരു നൃത്ത പരിപാടി നടക്കുന്നുണ്ട്, നിനക്ക് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. മിലയാണെങ്കിൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ ആ വളയം എടുത്ത ശേഷം റിതയുടെ കൂട്ടത്തിൽ നേരെ ആ നൃത്തം നടക്കുന്ന സ്ഥലത്തേക്ക് ഇല്ലും. അവിടെ ഒരുപാട് പേര് നൃത്തം കളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇവരതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കിനുമാണ് മില നോക്കുമ്പോഴത്തേക്കിനും ഇവൾ എന്നും സ്വപ്നത്തിൽ കാണുന്ന ആ സ്ത്രീ അവിടെ നിൽക്കുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ ഹൃദയാണെങ്കിൽ പറയും, ഇതാണ് മിള, ഞാൻ പറഞ്ഞ വാക്ക് വലിച്ച് ഇവളെ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് ആ സ്ത്രീയോട് പറയും. ഇതൊക്കെ കേട്ട് മിള ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ആ സ്ത്രീയാണെങ്കിൽ മിളയോട് അവളുടെ വള തിരിച്ചു കൊടുക്കാൻ പറയുന്നത്. മിള ആദ്യം കൊടുക്കാതിരുന്നിട്ട് അത് തന്നു കഴിഞ്ഞാൽ ഇവളുടെ അമ്മയുടെ രോഗമല്ല ശരിയാക്കുമോ എന്ന് ചോദിക്കും. പക്ഷേ ആ സ്ത്രീയാണെങ്കിൽ ഇവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവൾ ഓർക്കും, ഇനി ചിലപ്പോൾ ഈ വള കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കയ്യിലേക്ക് ആ വള കൊടുക്കും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനുമാണ് ആ സ്ത്രീ ഇവളോട് പറയുന്നത്, ഇവൾ വെറുതെ ഇങ്ങോട്ട് വരുമില്ലായിരുന്നു, ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഈ സ്ത്രീയാണെന്ന്. കാരണം ഈ സ്ത്രീയാണെങ്കിൽ അന്ന് മന്ത്രവാദിയുടെ ചെവിയിൽ പറഞ്ഞ ഡയറക്ഷൻ വെച്ചാണ് മന്ത്രവാദി ഇവൾക്കെല്ലാം പണം വരച്ചു തന്നതും ഇവളിങ്ങോട്ട് വന്നതെന്നും. അങ്ങനെ ഉടനെ തന്നെ ആ സ്ത്രീയാണെങ്കിൽ രണ്ടുപേരോടും തിരിച്ചു പൊക്കോളാൻ പറയും. ഹൃതിയാണെങ്കിൽ അവളുടെ അമ്മയുടെ അസുഖമെല്ലാം മാറത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാം ശരിയായിക്കോളൂ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഓടാൻ വേണ്ടി തുടങ്ങും. പോകുന്ന വഴിക്കാണ് മിലയാണെങ്കിൽ ഹൃതിയോട് നിന്നിട്ട് നീ എന്തിനെ എന്നെ ചതിച്ചെന്ന് ചോദിക്കുന്നത്. അന്നേരമാണ് ഹൃതി പറയുന്നത് ആ സ്ത്രീയുടെ പേര് ബഡാരൂഹി എന്നാണെന്നും അവളാണെങ്കിൽ പണ്ട് ശാപം കിട്ടിയൊരു ദേവതയാണെന്ന്. അവളാണെങ്കിൽ ഇവർ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയം ഇവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരുടെ അമ്മമാർ അസുഖം മാറണമെങ്കിൽ മിലയുമായിട്ട് ആ നൃത്തം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവളുടെ വള തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഇവളങ്ങനെ ചെയ്തതെന്ന് പറയും. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ദേവത പറഞ്ഞതിന് നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ നടന്നത്. കാരണം റിതിയുടെ അമ്മയുടെ അസുഖമാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഗ്രാമത്തലവനായിട്ടുള്ള ബുയൂത്ത് കറക്റ്റ് സമയത്ത് അങ്ങോട്ട് കയറി വരുന്നത്. ബുയൂത്താണെങ്കിൽ തൽക്കാലം മന്ത്രം ചൊല്ലി അവളെ ഒന്ന് ഒതുക്കിയ ശേഷമാണ് പിന്നീട് മിലയോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അവനാണെങ്കിൽ അങ്ങനെ പഴയ ഫ്ലാഷ് ബാക്ക് പറയും. അവൻ പറയും, ഈ ഗ്രാമത്തിലാണെങ്കിൽ ഒരു തലവിയായിരുന്നു ഉണ്ടായിരുന്നത്, അതാണെങ്കിൽ മിലയുടെ വല്യമ്മയായിരുന്നെന്ന്. അതുപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ പണ്ടുണ്ടായിരുന്ന ദുർമന്ത്രവാദിയാണെങ്കിൽ ഇപ്പോൾ ഒരു ദേവതയായിട്ട് അലഞ്ഞേറി നടപ്പുണ്ടായിരുന്നെന്നും അവളാണെങ്കിൽ അവളുടെ ദുഷ്ടശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് ഓരോ പെണ്ണുങ്ങളെ ചൂസ് ചെയ്തിട്ട് അവരെ നൃത്തം കളിപ്പിച്ചിട്ട് അവർ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി ഓരോ വർഷം ഓരോ ചടങ്ങ് ചെയ്യുമായിരുന്നത്. അഥവാ ഇവൾ ചൂസ് ചെയ്ത സ്ത്രീകൾ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വന്നില്ലെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തവരായിട്ട് ഗ്രാമത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയും ഒരുപാട് ദുരിതങ്ങൾ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇവൾ ചൂസ് ചെയ്യുന്നതിൽ രണ്ട് ഇരട്ട പെണ്ണുങ്ങളിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഇതറിയുന്ന ഗ്രാമത്തിൻ്റെ തലവിയാണെങ്കിൽ ബുയൂത്തിനെ വിളിച്ചിട്ട് പറയും, ഇവളുടെ ചടങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള റിങ് ഇവരുടെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇവളുടെ ശക്തി കുറയ്ക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ ആ സഹോദരിമാരെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഇതേ കാര്യം ഇരട്ട സഹോദരിമാരോട് പറയുകയും അവരാണെങ്കിൽ ഗ്രാമത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്തതിന് പകരം മറ്റേ സഹോദരി അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് ദേവതയ്ക്കാണെങ്കിൽ ആദ്യമായിട്ട് ആചാരം മുടങ്ങുകയും അവളുടെ കയ്യിലുള്ള റിങ് ആണെങ്കിൽ ഈ പെട്ടിക്കകത്ത് വരികയും പിന്നീട് ഗ്രാമത്തിൻ്റെ തലവിയാണെങ്കിൽ അവളുടെ മകള് അതായത് മിലയുടെ അമ്മയുടെ റിങ് കൊടുത്തിട്ട് ഗ്രാമത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞു തന്നു. ആ സംഭവത്തിന് ശേഷം പിന്നീട് ഗ്രാമത്തിലാണെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങളൊന്നും സംഭവിച്ചിട്ടേ ഇല്ലായിരുന്നെന്ന് പറയും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ റിങ് കൊണ്ടുപോയി ഒറ്റ കാരണം കൊണ്ട് മിലയുടെ അമ്മയ്ക്കാണെങ്കിൽ പതിയെ ഓരോ അസുഖങ്ങൾ വരികയും ആ പേരിൽ ദേവത തന്നെയാണ് മിലേനെ ഇവിടെ എത്തിച്ചെന്നും മിലയാണെങ്കിൽ ആ റിങ്ങുമായിട്ട് ഗ്രാമത്തിലോട്ട് വന്നുകൊണ്ടാണ് റിതയുടെ അമ്മയ്ക്ക് മിലയുടെ അമ്മയുടെ അതേ അസുഖം വന്നെന്ന് പറയും. കാരണം റിതയുടെ അമ്മയായിരുന്നു അന്ന് ആ ദേവതേനെ ചതിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഇരട്ട. അങ്ങനെ ഈ കഥകളെല്ലാം കേട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനുമാണ് ഗ്രാമത്തിൽ മുഴുവൻ ആളുകൾക്കും അസുഖങ്ങളും അവിടെ കൃഷികളും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുയൂത്തിന് പിടികിട്ടും. ഉടനെ തന്നെ അടുത്ത റിച്വൽ ചെയ്യാൻ വേണ്ടി ദേവത നിർബന്ധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പെണ്ണുങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രാമത്തിലെ ഓരോ പെണ്ണുങ്ങളും അതിനുവേണ്ടി അവിടെ ഉള്ളൊരു വെള്ളം വന്ന് കുടിക്കും. ആ വെള്ളത്തിനാണെങ്കിൽ മധുരം തോന്നിക്കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെയായിരുന്നു ദേവത ചൂസ് ചെയ്തെന്നായിരുന്നു വാർത്ത. ഇത് കാണുമ്പോഴത്തേക്കിനും മില്യം വന്ന് വെള്ളം കുടിക്കും. അവൾക്ക് മധുരം ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവളോടും ആ ബോയ്ക്ക് പറയും മാറി നിന്നോ, അവളെയും ചൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ദേവത ചൂസ് ചെയ്ത 7 പെണ്ണുങ്ങളെയും കൊണ്ട് ആ നൃത്തം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന ഉടനെ തന്നെ ഇവരൊക്കെ കൃഷ്ണമണിയെല്ലാം മുകളിലോട്ട് പോയ ശേഷം ഇപ്പോൾ തന്നെ കിടന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങും.
ദേവതയാണെങ്കിൽ ചൂസ് ചെയ്യുന്ന ഓരോരുത്തരായിട്ട് തല ഇറങ്ങി വീണ് മരിക്കുന്നുണ്ടായിരുന്നു. അവർ ആത്മാവിനെ എല്ലാം ദേവത എടുക്കും. ഏറ്റവും അവസാനം പിന്നെ ഹൃദയുടെയും മില്ലയുടെയും കാര്യത്തിലാണ് ദേവത കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. കാരണം രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു. അവരോട് ദേവതയുടെ കൂടെ വരാൻ വരുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ സമ്മതിക്കാതെ തന്നെ ഇരിക്കും. അങ്ങനെ ആത്മാക്കളുടെ ലോകത്ത് അവരെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കിനും ബോയുക്കാണെങ്കിൽ രണ്ടുപേരുടെയും ബോഡി എടുത്തുകൊണ്ട് റിതിയുടെ വീട്ടിലേക്ക് ചെല്ലും. ഇതേ സമയത്ത് ആത്മാക്കളുടെ ലോകത്ത് ദേവതയാണെങ്കിൽ മിലയോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ എത്ര വെച്ചിട്ട് സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. അന്നേരമാണ് ദൂരെയായിട്ട് റിതിയാണെങ്കിൽ അവളുടെ അമ്മയുടെ ആത്മാവിനെ കാണുന്നത്. കാരണം അവിടെ ഡാൻസ് കളിക്കുന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ദേവത ചൂസ് ചെയ്ത് കൊന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ദേവതയുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീകളുടെ ആത്മാവായിരിക്കും. അങ്ങനെ അവളുടെ അമ്മയുടെ ആത്മാവാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും ഒരിക്കലും ഇനി സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് മിലയ്ക്ക് പകരം ദേവതയ്ക്ക് വേണ്ടി അവളാണെങ്കിൽ പിടി കൊടുക്കും. അതോടുകൂടി മിലയാണെങ്കിൽ ആത്മാക്കളുടെ ലോകത്തുനിന്ന് രക്ഷപ്പെടും. ആ ചടങ്ങിൽ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ദേവതയുടെ വളയാണെങ്കിൽ ബുയോക്കിൻ്റെ കയ്യിലും കിട്ടും. പക്ഷേ ദേവത പറഞ്ഞ പോലെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചുകൊണ്ട് റിതിയാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. റിതിയുടെ അമ്മയും മരിക്കും, അതുപോലെ തന്നെ മിലയുടെ അമ്മയും മരിക്കും. പിന്നീട് പിറ്റേ ദിവസം പിള്ളേരാണെങ്കിൽ ആ ഗ്രാമത്തിൽ തന്നെ പോകാൻ തീരുമാനിക്കും. ബുയോത്താണെങ്കിൽ ഇതെല്ലാം നോക്കിനിൽക്കും. അതേശേഷം അന്ന് മരിച്ച നർത്തകികളുടെ എല്ലാ ശവം അവിടെ കുഴിച്ചിടും. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.